നമ്മൾ നിലവിളക്കാണ് ആദ്യം അല്ലെ വിളക്ക് കത്തിക്കുക. അഗ്നി സാക്ഷിയായിട്ടാണ് നമ്മൾ വിവാഹം കഴിക്കുന്നത്. അഗ്നിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് വൈബ്സ് മാത്രമേ നിലവിളക്കിന്ന് വരുള്ളൂ. നമ്മൾ 5 തിരിയിട്ട വിളക്കാ കത്തിക്കുക. 2 തിരിയിടുന്നതിന് ഒരു ഈ വിളക്ക് കത്തിക്കുമ്പില്ലേ, ആ വിളക്ക് കത്തിക്കുമ്പോ വരുന്ന എനർജി അളക്കുന്ന ഒരു ഡോർസൽ റോഡുണ്ട്. അപ്പൊ ആ റോഡിൽ നിന്ന് മനസ്സിലാക്കാം ഈ എനർജിയുടെ ഒരു എഫക്റ്റ് എന്തുമാത്രം ഉണ്ടെന്ന്. 2 തിരി വെച്ച് കത്തിക്കുന്നതും 3 തിരിയിടുന്നതും 5 തിരിയിടുന്നതും ഒക്കെ വ്യത്യാസമുണ്ട്. നമ്മൾ വീട്ടിൽ 2 തിരിയ ഇടുക, ഒക്കേഷൻസിന് 5 തിരിയിടുക. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ രാവിലെ 5 തിരിയിട്ട് കത്തിക്കും. ഐശ്വര്യം ഉണ്ടാവാനാ 5 തിരി. അപ്പൊ ഈ 5 തിരിയിൽ നിന്ന് വരുന്ന നല്ല എള്ളെണ്ണ ഒഴിച്ച് കത്തിച്ച ആ പ്രകാശത്തിൽ നിന്ന് വരുന്ന പോസിറ്റീവ് വൈബ്സ് ആ വിവാഹം നടക്കുന്ന മുഴുവൻ സ്ഥലത്തേക്ക് എമിറ്റ് ചെയ്യാനാണ് വിളക്ക് കത്തിച്ചു വെക്കുന്നത്. ആ ആചാരം അതിനാണ്. അടുത്തത് എന്താ? നിറബറ വെച്ചാണ് നമ്മൾ കത്തിക്കുന്നത് അല്ലെ. നിറബറയും നിലവിളക്ക്. നിറബറ എന്താ? ഈ കല്യാണം കഴിക്കുന്ന കുട്ടികൾക്ക് ജീവിതം മുഴുവൻ സമൃദ്ധി ഉണ്ടാവണേ എന്നാണ് അതിൻ്റെ അകത്തെ കൺസെപ്റ്റ്. ഇത് ഭംഗിക്കും നമ്മള് എന്താ പറയുമല്ലോ, ഈ കല്യാണത്തിനെല്ലാം ഒരുക്കണ ആളുകളെ ഇവന്റ് മാനേജ്മെന്റ് അല്ല മക്കളെ. അത് ദാറ്റ് ഈസ് ആക്ച്വലി ദ റിച്വൽ വിച്ച് ഈസ് ബീങ് ഫോളോഡ് ബൈ us. ആ റിച്വൽ, ആ നിറബറ എന്ന് പറഞ്ഞാൽ സമൃദ്ധിയെയാണ് സൂചിപ്പിക്കുന്നത്. സമൃദ്ധി കണ്ടുകൊണ്ട് വേണം നിങ്ങൾ വിവാഹിതരാവാൻ. മനസ്സിലായി? ഇപ്പൊ നമ്മൾ നല്ല ശകുനം കാണണം എന്ന് പറയില്ലേ, നല്ല ശകുനം കണ്ടിട്ട് പോയാൽ നല്ലതായിരിക്കും എന്ന് പറയില്ലേ. അപ്പൊ ആ സമൃദ്ധിയെ കാണിക്കുന്നതാണ് അത്.